നമുക്ക് യതീമിന്റെ വിലയറിയാഞ്ഞിട്ടാ. യതീമിന്റെ മഹത്വം എന്തെന്നറിയോ? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യതീമിന്റെ വിലയും മഹത്വവും നമുക്ക് അറിയാഞ്ഞിട്ട. യതീമായ ഒരു മക്കളെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ സ്വന്തം മക്കളെക്കാൾ അവരെ സ്നേഹിച്ചേനെ. യതീമായ ഒരു കുട്ടിയെ സ്നേഹിച്ചാൽ കിട്ടുന്ന, അവരോട് കരുണ കാണിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? സ്വന്തം മക്കളെക്കാൾ അവരെ സ്നേഹിച്ചേനെ. കാരണം മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് യതീമിന്റെ ഗുണമെന്താ. പഠിക്കണം എൻ്റെ പെങ്ങൾ. പാപങ്ങൾ ഒരുപാട് ചെയ്തു വെച്ചിട്ടില്ലേ? പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി, ഒരു യതീമായ കുഞ്ഞിനെ കണ്ടാൽ അവനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കണം. ഒരു യതീമായ കുട്ടിയെ കണ്ട സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ തലയിൽ സ്വന്തം കൈകൊണ്ട് ഇങ്ങനെ തടകണം. ഫോട്ടോ ഒന്നും എടുക്കരുത്, തടകണേ. അങ്ങനെയാണല്ലോ ഇന്നൊരു യതീമായ കുട്ടിയെ കെട്ടിപ്പിടിച്ചാൽ തന്നെ ഫ്ലെക്സ് എടുക്കണ കാല. ആരെങ്കിലും കാണുന്നുണ്ട്? അതൊന്നുമല്ല. ഒരു യതീമായ കുഞ്ഞിനെ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് പാപ്പ മരണപ്പെട്ടു, എന്തിനാടാ പേടിക്കണേ? നിങ്ങളൊക്കെ ഇല്ലേ മോനെ? തലയിൽ ഇങ്ങനെ കൈകൊണ്ട് തടകണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യതീമായ കുഞ്ഞിന്റെ തലയിൽ നീ കൈകൊണ്ട് തടകുമ്പോ സ്നേഹത്തോടെ അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ടാണ് നീ തടകുന്നതെങ്കിൽ എത്ര മുടി നിന്റെ കയ്യിൽ കൊള്ളുന്നോ അത്രയും പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യതീമായ മകന്റെയോ മകളുടെയോ ഒരു ചെറിയ കുഞ്ഞിന്റെ തലയിൽ നീ ഇങ്ങനെ തലോടിയാൽ നിന്റെ കയ്യിൽ എത്രയോ രോമങ്ങളാ. കുഞ്ഞിന്റെ തലയിലെ എത്ര രോമങ്ങൾ നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ മുത്തുനബി എവിടെന്ന് പറഞ്ഞില്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനും മുഅ്തത്ത് യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തിരഞ്ഞെടുക്കുകയാ. മുഅ്തത്തിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തിരഞ്ഞെടുക്കുകയാണ്. അതാ സ്വഹാബികളെ മുഴുവനും തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനും 3 അമീറന്മാരെ തിരഞ്ഞെടുത്തു, 3 ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒന്നാമത് നീയാണ് യുദ്ധം നയിക്കേണ്ടത്. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ മൂന്നാമത്തെ ആൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ സഹാബത്തെ നിങ്ങളിൽ ആരെങ്കിലും യുദ്ധം നയിക്കണേ സഹാബ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നാമത് നീ മരിക്കും, രണ്ടാമത് നീ മരിക്കും, മൂന്നാമത് നീ മരിക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ ഒരുങ്ങാൻ പറയുമ്പോ മസ്ജിദുൻ നബവിയിൽ നിന്ന് സ്വഹാബത്ത് ഇറങ്ങി വീടുകളിലേക്ക് പോവുകയാണ്. ആ സമയത്തൊരു ചെറുപ്പക്കാരൻ ഓടുകയാണ്, തുള്ളിച്ചാടിക്കൊണ്ടൊരു ചെറുപ്പക്കാരൻ ഓടുകയാ. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിൽ നിന്ന് നോക്കുമ്പോ തന്റെ ഭർത്താവ് സന്തോഷത്തോടെ ഓടിച്ചാടി വരികയാണ്. അസ്മാ റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്നു, ജൗഫറേ ഇത്ര സന്തോഷമെന്തേ ജൗഫറേ? ആ സമയത്ത് ജൗഫർ തങ്ങൾ പറയുന്നു, അസ്മാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ യുദ്ധത്തിന്റെ അമീറായി തെരഞ്ഞെടുത്തു. ആ ജൗഫർ തങ്ങൾക്കും അറിയാം മരിക്കുമെന്ന്. കാരണം മുത്തുനബിയാ പറഞ്ഞത്, യാതൊരു സംശയമില്ല. അവസാനം ജൗഫർ തങ്ങൾ അവിടെ നിന്ന് മുഅ്തത്ത് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തു. അവസാനം ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. അസ്മാ, ആയുസുണ്ടെങ്കിൽ കാണാം അസ്മാ, ഇല്ലെങ്കിൽ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം അസ്മാ. തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു വീട് വിട്ടിറങ്ങുകയാണ്. പടച്ചവനെ, മുഅ്തത്തിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സ്വഹാബിയുടെ ഖബറിന്റെ ചാരത്ത് പോയി കാണാ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പോയിട്ട് ആ സ്വഹാബിയുടെ ഖബർ സിയാറത്ത് ചെയ്തതാ. ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ശഹീദായ 3 സ്വഹാബാക്കള്. എന്റെ പ്രിയമുള്ളവരെ, മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ യുദ്ധം തുടങ്ങി. ഒന്നാമത്തെ സ്വഹാബി യുദ്ധം ഇങ്ങനെ നയിക്കുകയാണ്. പടച്ചവരെ, മുത്തുനബി പറഞ്ഞതുപോലെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ആ സ്വഹാബി വെട്ടുകൊണ്ട് ശഹീദാവുകയാ. യുദ്ധക്കളത്തിൽ പിടഞ്ഞു വീഴുകയാ.
കയ്യിലിരുന്ന കൊടിയങ്ങ് താഴെ വീഴുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഓടി ചെന്നിട്ട് ആ കൊടിയെടുക്കുകയാണ്. വാ സ്വഹാബാ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം നയിക്കുമ്പോ അതാ ശത്രുക്കള് വലത് കൈപ്പത്തി അങ്ങ് വെട്ടിമുറിക്കുകയാണ്. കൊടി താഴെ വീണു. ജൗഫർ തങ്ങൾ ഇടത് കൈ കൊണ്ട് കൊടിയെടുക്കുകയാണ്. മുന്നോട്ട് നടക്കുമ്പോ ഇടത് കൈയും വെട്ടിമുറിച്ചു. കൊടി താഴെ വീണു. മുറിഞ്ഞുപോയ അറ്റുപോയ രണ്ട് കൈ കൊണ്ട് കൊടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ജൗഫർ തങ്ങൾ പിന്നെയും നടക്കുകയാ. പടച്ചവനെ, ശത്രുക്കൾ തന്റെ കൈ രണ്ടാമതും വെട്ടിമുറിച്ചു. കൊടി താഴെ വീണു. ജൗഫർ തങ്ങൾ പറഞ്ഞു, സഹാബാ, തന്റെ പുറകിൽ നിൽക്കുന്ന ഒരു സ്വഹാബിയോട് പറഞ്ഞു, ആ കൊടിയെടുത്തിട്ട് എന്റെ കക്ഷത്തിൽ വെച്ചതാ സഹാബാ. ചെറുപ്പക്കാരാ, ഒരു സ്വഹാബിയെടുത്ത് കക്ഷത്തിലേക്ക് വെച്ച് കൊടുക്കുമ്പോ അറ്റുപോയ കൈകൊണ്ട് മുറുകെ പിടിച്ചിട്ട് പുറകിൽ നിൽക്കുന്ന സ്വഹാബികളോട് വിളിച്ചു പറഞ്ഞു, സഹാബത്തെ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സഹാബ, വേണ്ടവർ വാ സഹാബ. ജൗഫർ നിങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. നാലു ഭാഗത്ത് നിന്ന് ശത്രുക്കള് വളഞ്ഞു. ജൗഫർ തങ്ങളെ പടച്ചവര് വെട്ടുകൊണ്ട് താഴെ വീഴുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, മുത്തുനബിയാ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അല്ലാഹുവിന്റെ പ്രവാചകനതാ പള്ളിക്കകത്തിരുന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, സഹാബാ, ജൗഫർ പോയി സഹാബാ. മുത്തുനബി മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, ജൗഫർ ഷഹീദായി, ജൗഫർ ഷഹീദായി. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, വീട്ടിൽ പോയി പറയണ്ടേ സഹാബ? ഭാര്യയോടും മക്കളോടും കുടുംബത്തിനോടും ജൗഫർ തങ്ങൾ ഷഹീദായത് പോയി പറയണമല്ലോ, മരണവാർത്ത അറിയിക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങളിൽ ആരാ പോയി പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നൂറുകണക്കിന് സ്വഹാബികളുണ്ട്. എന്തു പറഞ്ഞാൽ ഞാനുണ്ടെന്ന് ചാടി എഴുന്നേറ്റ് പറയുന്ന സ്വഹാബികളോട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരാ പോയി പറയുന്നത്? ഒരാളും മിണ്ടുന്നില്ല, ഒരാളും എഴുന്നേക്കുന്നില്ല, എല്ലാവരും തലതാഴ്ത്തിയിരിക്കുകയാണ്. റസൂലുള്ള ചോദിക്കുന്നു, സഹാബാ, ജൗഫറിന്റെ ഭാര്യയോടെടുക്കല്, ജൗഫറിന്റെ മക്കളുടെ ചാരത്ത് ചെന്നിട്ട് മരണവാർത്ത പറയുന്നതാരാ സഹാബാ? എല്ലാവരും തലതാഴ്ത്തിയിരിക്കുമ്പോ മുത്തുനബി ചോദിച്ചു, നിങ്ങൾക്ക് എന്തു പറ്റി സഹാബാ? നിങ്ങൾക്ക് എന്തു പറ്റി സഹാബാ? യാ റസൂലല്ലാഹ്, അതിനുള്ള ധൈര്യം ഞങ്ങൾക്ക് ആർക്കുമില്ല നബിയേ. ജൗഫറിന്റെ വീട്ടിൽ ചെന്നിട്ട് ജൗഫറിന്റെ ഭാര്യയോടും മക്കളോടും മരണവാർത്ത പറയാ ഞങ്ങൾക്ക് ധൈര്യമില്ല. കാരണം എന്തെന്നറിയോ? ജൗഫറിന്റെ ഭാര്യയ്ക്ക് 19 വയസ്സാണ് നബിയേ. 19 വയസ്സുള്ള ഒരു പെണ്ണിനോട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദായെന്ന് പറയാറ്, നിന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയെന്ന് പറയാ, എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും നബിയേ? ഞങ്ങൾക്കതിന് കഴിയില്ല നബിയേ. കാരണം ആ പെണ്ണ് 19 വയസ്സുള്ള ഒരു ചെറിയ പെണ്ണാ. സ്വഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ജൗഫർ തങ്ങൾക്ക് 3 മക്കളാ ഉള്ളത്. വീടിന്റെ വെളിയിൽ നിന്ന് കളിക്കുന്ന 3 പിഞ്ചു കുഞ്ഞുങ്ങള്, 3 പേരും 10 വയസ്സിന്റെ താഴെയാ പ്രായം. 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള 3 പിഞ്ചു മക്കളാണ് ആ വീട്ടിലുള്ളത്. ആ മക്കളുടെ ചാരത്ത് ചെന്നിട്ട്, മക്കളെ, നിങ്ങളുടെ വാപ്പ മരിച്ചടാ. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും നബിയേ? ഞങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എങ്കിലും നമുക്ക് ഒരുമിച്ച് പോയി പറയാ, മരണവാർത്ത പറയണമല്ലോ, അതുകൊണ്ട് ഒരുമിച്ച് പോയി പറയാ സഹാബാ. എല്ലാവരും പള്ളിയിൽ നിന്നിറങ്ങി അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് നടക്കുകയാ. പെണ്ണേ,
സമയത്ത് അസുമാ എന്ന് പറയുന്ന 19 വയസ്സുള്ള പെണ്ണ് ഗൾഫിൽ നിന്ന് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ കാണാ മക്കളെ ഒരുക്കി എയർപോർട്ടിൽ കൊണ്ടു നിർത്തുന്ന പെങ്ങള് ജൗഫർ തങ്ങൾ വരുമ്പോ യുദ്ധം കഴിഞ്ഞു മടങ്ങി വന്നു തുടങ്ങിയെന്ന് മനസ്സിലായപ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ ഒരുക്കി കുളിപ്പിച്ച് വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാ. വാപ്പ വരുമ്പോ കാണുന്നതിന് വേണ്ടി വീടിന്റെ മുന്നിൽ 3 മക്കളെ ഇങ്ങനെ നിരത്തി നിർത്തി അടുക്കളയിലിരുന്നിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് മുത്തുനബി കടന്നു വരുന്നത്. മക്കള് പറഞ്ഞു, ഉമ്മാ അള്ളാന്റെ റസൂല് വരുന്നുമ്മാ, മുത്തുനബി വരുന്നുമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ ഇറങ്ങി ഓടുകയാണ്. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചു. മുത്തുനബി 3 മക്കളെയും ചേർത്ത് പിടിച്ചു. അള്ളാന്റെ റസൂല് മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളുണ്ടല്ലോ റസൂലുള്ളാന്റെ പുറകിൽ ഇങ്ങനെ തിരയുകയാ. ഞങ്ങളുടെ വാപ്പയുണ്ടോ, ഞങ്ങളുടെ ഉപ്പയുണ്ടോ? പൊന്നാര മക്കള് റസൂലുള്ളാന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബികള്, ആ സ്വഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ വാപ്പാരെ തിരയുകയാണ്. ഈ രംഗം കണ്ടപ്പോ റസൂലുള്ളാന്റെ ഹൃദയം പൊട്ടി, മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. 3 മക്കളെയും കെട്ടിപ്പിടിക്കുകയാ. അള്ളാന്റെ റസൂല് 3 മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സഹാബാ, യതീമായ മക്കളെ ചുംബിക്ക് സഹാബാ. അള്ളാന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ ജൗഫർ തങ്ങളുടെ മക്കളെ സ്വഹാബികൾ മുഴുവനും ചുംബിക്കുകയാണ്. കാരണം പാവം പൊറുക്കുവല്ലോ, പാവം പൊറുക്കുവല്ലോ. അല്ലാഹുവേ, അസുമാ എന്ന് പറയുന്ന 19 വയസ്സുള്ള പെണ്ണ് വീടിന്റെ അകത്ത് നിന്ന് ഈ രംഗം ഇങ്ങനെ കാണുകയാ. പടച്ചവരെ, അവിടെ നിന്ന് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, മുഅ്തത്തിന്റെ നേതാക്കന്മാര് പോയോ നബിയേ? എന്തു പറ്റി നബിയേ? റസൂലുള്ള പറഞ്ഞു, അസുമാ ജൗഫർ ഷഹീദായ അസുമാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടു എന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എന്താണ് ആ പെണ്ണിന്റെ മറുപടി? എല്ലാവരും ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. 19 വയസ്സുകാര് തളർന്നു വീണില്ല, വിളിച്ചു കൂവിയില്ല, മുടിയടിച്ചിട്ട് കരഞ്ഞില്ല, നിലവിളിച്ചില്ല. പിന്നെ എന്തേ ചെയ്തതെന്നറിയുവോ? 19 വയസ്സുകാരി പിന്നെ എന്തേ ചെയ്തത്? ഇന്ന് 18കാരി ചെയ്യുന്നതെന്ത്? പണ്ടത്തെ പെണ്ണുങ്ങൾ എങ്ങനെയായിരുന്നെന്നറിയുമോ? ഇന്ന് 18ഉം 19ഉം തികഞ്ഞവള്, 18 വയസ്സ് കഴിഞ്ഞവള് വീട്ടിൽ കയറി വന്നിട്ട് വാപ്പാരോട് പറയും, വാപ്പാ ആ ചെറുപ്പക്കാരെ എനിക്ക് ഇഷ്ടമാണ്, കെട്ടിച്ചു തരണം. എനിക്ക് അവനെ ഇഷ്ടമാണ്, നിങ്ങൾ എനിക്ക് പയ്യനെ നോക്കണ്ട, ഞാൻ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്. അവൻ മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, എനിക്ക് അവനെ കെട്ടിച്ചു തരണം. വാപ്പ ചോദിക്കുന്നു, മോളെ അവൻ മുസ്ലിം അല്ലല്ലോ. മുസ്ലിം അല്ലെങ്കിൽ എന്തേ വാപ്പ? എനിക്കവനെ കെട്ടിച്ചു തരണം, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും വാപ്പാ. ജന്മം കൊടുത്ത വാപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് നോക്കിയിട്ട് ഇന്ന് 18 തികഞ്ഞവള് പോലും പറയുന്ന കാലമാ. എങ്കിൽ അന്നത്തെ 19 വയസ്സുള്ള അസുമാ എന്ന് പറയുന്ന 3 മക്കളുടെ ഉമ്മയായ ആ പ്രിയപ്പെട്ട പെണ്ണുണ്ടല്ലോ, അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജൗഫർ മരിച്ചപ്പോ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? എനിക്കത് മാത്രം അറിഞ്ഞാ മതി, എനിക്കത് മാത്രം അറിഞ്ഞാ മതി. എന്റെ ജൗഫർ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ ചോദിച്ചു, എന്തേ അസ്മാ, നീ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്തേ അസ്മാ? യാ റസൂലല്ലാഹ്, മണിയറയ്ക്കകത്ത് എന്റെ മടിത്തട്ടിൽ കിടക്കുമ്പോ, മണിയറയിൽ എന്റെ മടിത്തട്ടിൽ കിടക്കുമ്പോ ജൗഫർ
ഉമർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, അസ്മാ, എനിക്ക് വലിയ ഒരു മോഹമുണ്ട്, എനിക്ക് വല്ലാത്ത ഒരാഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? അതാ പറയുന്നു, അസ്മാ, എനിക്കും മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം, എനിക്കും മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം. നാളെ പടച്ച റബ്ബിന്റെ മുന്നിലിരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കണം. അതുകൊണ്ട് നീയൊന്ന് ദുആ ചെയ്യണേ അസ്മാ. ഒരു ഭാര്യ ഭർത്താവിനോട്, ഒരു ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, നോമ്പുകാരനായിട്ട് മരിക്കണം, അള്ളാന്റെ മുന്നിലിരുന്ന് നോമ്പ് തുറക്കണം. മടിത്തട്ടിൽ കടന്നുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ ഭർത്താവിന്റെ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ ഭർത്താവിന്റെ ആഗ്രഹമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബികൾ പറയുന്നു, നബിയേ, 96 വെട്ടുകൾ കൊണ്ടിട്ട് കയ്യും കാലുമില്ലാതെ മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ കിടന്ന് മരണത്തോട് മുല്ലടിക്കുമ്പോ വെള്ളം കൊണ്ടുപോയി വായിൽ ഒടിച്ചു കൊടുക്കാൻ നോക്കുമ്പോ, സഹാബാ, എനിക്ക് നോമ്പാണ് സഹാബാ. അല്ലാഹുവിനോട് ഞാനും എന്റെ ഭാര്യയും ദുആ ചെയ്തിട്ട് വാങ്ങിയതായി മരണം, ഈ യാത്ര. അതുകൊണ്ട് എനിക്ക് വെള്ളം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം അവിടെ കിടന്ന് നോമ്പുകാരനായിട്ടാണ് ഷഹീദായത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, അസ്മാ, നിന്റെ ഭർത്താവ് നോമ്പുകാരനായിട്ടാണ് ഷഹീദായത്. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, പെണ്ണ്, റഅയ്തു ഫിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, റഅയ്തു ജൗഫറ മലകൈനി യതീറു മഅൽ മലായിക. നിന്റെ ഭർത്താവ് മലക്കുകളുടെ കൂടെ പറന്നു പോകുന്നത് ഞാൻ കണ്ടു. വസ്ബാ, മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവര്, ജൗഫർ തങ്ങളുടെ യതീമായ മക്കള് റസൂലുള്ള സ്വഹാബത്തിനോട് പറഞ്ഞത് ചുംബിക്കാനാ, സ്നേഹിക്കാനാ. അതുകൊണ്ട് സഹോദരാ, യതീമായ മക്കളോട് നീ അത് ഒരിക്കലും നീ വേർതിരിവ് കാണിക്കല്ലോ. അവരുടെ തലയിൽ കൈവച്ചാ പാപം പൊറുക്കുകയാ. അവരെ സ്നേഹിച്ചാൽ അനവകാഫിൽ യതീമി ഫീ ജന്നതി ഹഖദാ. മുത്തുനബി അവിടെ നിന്ന് 2 വിരല് കാണിച്ചിട്ടാ പറഞ്ഞത്, അവരും ഞാനും സ്വർഗത്തിൽ ഒരുമിച്ചാട്. യതീമിനെ സ്നേഹിക്കുന്നവര് അവരും മുത്തുനബിയും സ്വർഗത്തിൽ ഒരുമിച്ചാണെന്ന് പ്രവാചകം പറയുമ്പോ, യതീമിന്റെ കണ്ണീര് വീണാ, യതീമിന്റെ കണ്ണീര് വീണാ ഒരിക്കലും രക്ഷപ്പെടൂല. അത് ഈ ആകാശത്തിന്റെ കീഴില് ഏറ്റവും വൃത്തികെട്ട വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, പടച്ചവരെ, ഞങ്ങളെ പെട്ടെന്നങ്ങ് മരിപ്പിച്ചു ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പിഞ്ചുമക്കളെ നീ യതീമീങ്ങളാക്കി കളയല്ലേ റബ്ബേ. വാപ്പയില്ലാതെ മക്കള് വളരുന്നത് വല്ലാത്ത പ്രയാസമാ. ഞങ്ങൾക്ക് പകരം വെക്കാൻ ആരെയും കിട്ടൂല തമ്പുരാര്. അതുകൊണ്ടല്ലാ, ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാണ്. ഇത് നിന്റെ ദീർഘായുസിനാണ്, ഇത് നിന്റെ ദീർഘായുസിനാണ്. മുത്തുനബി അല്ലേ പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലാ. വിപത്തുകളെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്നാണ്. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ? അത് അല്ലാഹുവേ അറിയത്തുള്ളൂ, നിനക്കറിയില്ലല്ലോ. അത് മാറ്റാൻ ഈ കടയ്ക്ക് കൊടുക്കുന്ന സദഖയ്ക്ക് കഴിവുണ്ട്. ആ രോഗം അല്ലാഹു കരിച്ചു കളയും. അല്ലാതെ വന്നു പോയാൽ പിന്നെ എത്ര ചെലവഴിച്ചാലും രക്ഷപ്പെടണമെന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കിഡ്നി തകർന്നു പോയാൽ എന്ത് ചെയ്യും മോള്? ശരീരം തളർന്നു
തളർന്ന് കിടന്നു പോയാ പിന്നെ നിനക്ക് ആർക്കാട് വേണ്ടത്? നിന്റെ ഭർത്താവിന് വേണ്ട, നിന്റെ മക്കൾക്ക് വേണ്ട, നിന്റെ കുടുംബക്കാർക്ക് വേണ്ട. പിന്നെ അവരാഗ്രഹിക്കുന്നു നീയൊന്നും മരിക്കാറ്. അതുകൊണ്ട് ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാണ്. മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്, ആഫിയത്തുള്ള ദീർഘായുസ് എനിക്ക് തരണേ അല്ലാ എന്ന ഒരു നിയത്തോടെ ഒരു സദക്ക എടുത്തു. റബ്ബേ സദക്ക ചെയ്യാറുള്ള മനസ്സ് നൽകണേ അല്ലാ.